എന്തായാലും കുറേ കാലങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മലയാളി ഫ്രം ഇന്ത്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ഡിജോ ജോസിൻ്റെ സിനിമയാണ്. ഡിജോ ജോസിനെ പറയുകയാണെങ്കിൽ ക്യൂൻ എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകനായി മാറിയ ഒരു പുതുമുഖ സംവിധായകനാണ് ഡിജോ ജോസ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയായ പൃഥ്വിരാജിൻ്റെ ഏറ്റവും മികച്ച സിനിമയാണ് ജനഗണമന. മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിൽ അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇമോഷണൽ പ്ലസ് കോമഡിയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ 3 സിനിമകളെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകളെക്കുറിച്ചുള്ളത്. രാഷ്ട്രീയം എങ്ങനെയാണ് ഒരു സിനിമയിലൂടെ പുറത്ത് പറയുന്നത് എന്നുള്ള സിനിമകളാണ് ക്യൂനും നമ്മുടെ ജനഗണമനയും സംസാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനഗണമനയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം വളരെ വ്യക്തമാണ്. അത് വളരെ പവർഫുള്ളായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ ഏറ്റവും മികച്ച ഒരു ചിത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ചിത്രം കൂടിയാണത്. എന്തായാലും അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. പക്ഷേ അദ്ദേഹം ബാക്ക് ലൈനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ രാഷ്ട്രീയം തന്നെയാണ്. അത് ഒരു തമാശ രൂപേണ എല്ലാവർക്കും കുറിക്കൊള്ളുന്ന തരത്തിൽ അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയും കൂടിയാണ്. ഏതായാലും നിവിൻ പോളി തന്നെയാണ് ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്നത് സിനിമയിൽ. നിവിൻ പോളി വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമയിലെ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ച് ഫലിപ്പിച്ചിരിക്കുന്നത്. അനശ്വര രാജനാണ് നായിക. എന്തായാലും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ പറഞ്ഞു പോകുന്ന ഒരു രാഷ്ട്രീയ ചിന്താഗതികൾ അല്ലെങ്കിൽ രാഷ്ട്രീയം ഇന്ന് സംസാരിക്കേണ്ടത് കുറിക്കൊള്ളുന്ന തരത്തിൽ അദ്ദേഹം സിനിമയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിനൊരു തമാശ കലർന്ന രൂപത്തിലാണ് അദ്ദേഹം ഈ വിഷയം സംസാരിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയും കൂടെയാണ് നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രം. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ വിനീത് ശ്രീനിവാസൻ ഇദ്ദേഹത്തെ ഈ ക്യാരക്ടറിന് വിളിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് എങ്ങനെ വർക്കാവുന്നു. പക്ഷേ വിനീത് ശ്രീനിവാസന് വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് നിവിൻ പോളി ചെയ്താൽ വളരെ മനോഹരമാവുന്നു. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് നിറഞ്ഞോടുമ്പോൾ ആ കഥാപാത്രം നിവിൻ പോളിയുടെ ഒരൊറ്റ കഥാപാത്രം കൊണ്ട് സെക്കൻഡ് ഹാഫ് ലിഫ്റ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. നിവിൻ പോളി വർഷങ്ങൾക്ക് ശേഷത്തിൽ നായകനല്ലെങ്കിലും മലയാളി ഫ്രം ഇന്ത്യയിൽ അദ്ദേഹം നായകനാണ്. ആ നായക വേഷത്തിൽ വീണ്ടും എത്തി നിൽക്കുമ്പോൾ മലയാളി ഏറ്റവും കൂടുതൽ അംഗീകരിച്ച ഒരു നടനായി വീണ്ടും മാറുകയാണ് നിവിൻ പോളി. നിവിൻ പോളിയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ചിരിപ്പടം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും തിയേറ്ററുകളിലെ ഒരു വസന്തകാലമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു പോകുന്നത്. ജനുവരി മുതൽ ഏപ്രിൽ വരെ കഴിഞ്ഞത് മെയ്യിൽ എത്തി നിൽക്കുമ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളും 100 കോടി ക്ലബിലും 50 കോടി ക്ലബിലും മാറിക്കഴിഞ്ഞു. മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു ഇൻഡസ്ട്രിയാണ്. എന്നിട്ട് പോലും കഴിഞ്ഞ പ്രാവശ്യം 200-ൽ പരം സിനിമ ഇറങ്ങിയിട്ട് വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമാണ് വിജയം കൊണ്ടത്. പക്ഷേ ഈ പ്രാവശ്യം നോക്കുകയാണെങ്കിൽ 2024 ജനുവരി തുടങ്ങി മെയ് വരെ എത്തി നിൽക്കുമ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളും ആവറേജിന് മുകളിലും കോടി ക്ലബിലും കയറി കഴിഞ്ഞ സിനിമകളാണ്. ഇതാണ് മലയാളം, ഇതാണ് മലയാളി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് സിനിമകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ നിറവസന്തം, സിനിമ നിറഞ്ഞോടുകയാണ്. തിയേറ്ററിൽ തിരിച്ച് ആളെ കൊണ്ടുവരാൻ മലയാള സിനിമയ്ക്ക് സാധിച്ചു എന്നുള്ളതിൽ വളരെ സന്തോഷമാണ് ഉള്ളത്. എന്തായാലും മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിൽ നമ്മുടെ നിവിൻ പോളി നിറഞ്ഞാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇനി വരും ചിത്രങ്ങൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഡിജോ ജോസ് എന്ന സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറങ്ങിയ സിനിമകളെല്ലാം വിജയം കൊണ്ട് ബ്ലോക്ക് ബസ്റ്റർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത്. പുതുമുഖ നിരയെ കൊണ്ട് സംവിധാനം ചെയ്ത സിനിമയാണ് ക്യൂന്. അതിൽ നിന്നും വേറിട്ട് പൃഥ്വിരാജിനെ കൊണ്ട് സിനിമയാണ് നമ്മുടെ ജനഗണമന. അതിൽ നിന്നും വേറിട്ട് പൊളിറ്റിക്കൽ ബാക്ക് സ്റ്റോറിയും തമാശയും കലർന്ന് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കുടുകുട ചിരിപ്പിക്കുകയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലൂടെ. എന്തായാലും ജനങ്ങളെല്ലാം ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞു ഈ സിനിമ വളരെ സക്സസ്ഫുൾ മൂവിയാണെന്ന്. എല്ലാവർക്കും തിയേറ്ററിൽ തന്നെ ഈ സിനിമ കാണാവുന്നതാണ്. കൂടുതൽ വിശേഷങ്ങൾക്കായി മൂവി ക്രിട്ടിക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു വെരി മച്ച്.